ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് DD.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ DLED 2024-26 വർഷത്തെ പ്രവേശനത്തിനുള്ള ഗവൺമെൻറ് എയ്ഡഡ് കറന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ലിസ്റ്റ് പരിശോധിച്ച് ആക്ഷേപം ഉള്ളവർ 24/7/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും സെക്ഷൻ dd.coഴിക്കോട്@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. പിന്നീടുള്ള പരാതികൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ DD ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ഇമെയിൽ ID-യിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ എങ്ങനെയാണ് ആ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള മാതൃക കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം പേര്, ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക. ശേഷം ഏത് വിഭാഗമാണോ, നിങ്ങളുടെ ഗവൺമെൻറ് എയ്ഡഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ആണോ, അതിൽ ഏത് സ്ട്രീമാണ്, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ എന്താണോ നിങ്ങളുടെ തെറ്റ്, ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അത് നിലവിലെ അപാകത എന്നുള്ളിടത്ത് കൊടുക്കുക. ശേഷം ശരിയായി ലഭിക്കേണ്ട വിധം എന്നുള്ളിടത്ത് നിങ്ങളുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ലിസ്റ്റിലെ ക്രമ നമ്പറാണ് പറയുന്നത്, അത് ആ ഒരു സീരിയൽ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും കൂടെ വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, നിങ്ങളുടെ മിസ്റ്റേക്സിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളൂടെ അയക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കോപ്പി കൂടി നിങ്ങൾ മെയിൽ ചെയ്യേണ്ടതാണ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗവൺമെൻറ് സയൻസ് ഡ്രാഫ്റ്റ്, അതുപോലെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ സെൽഫ് ഫിനാൻസ്, അൺഎയ്ഡഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസ് ആണ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഒരെണ്ണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗവൺമെൻറ് സയൻസ് ഡ്രാഫ്റ്റ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പേരുണ്ടോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു മാതൃകയിൽ, ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ മെയിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഈ ഒരു ലിസ്റ്റിൽ പേരില്ല എങ്കിൽ നിങ്ങൾ DD ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റീസൺ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.